This call is now being recorded. ഓക്കെ, അത് നമ്മൾ ലാസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വെച്ചാൽ ത്രെഡിന്റെ മെഷർമെന്റ്സിനെ പറ്റിയിട്ടൊക്കെയായിരുന്നു അല്ലെ. സ്ക്രൂ ത്രെഡ് മെഷർമെന്റ്, അതിന്റെ മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, പിച്ച് എങ്ങനെ മെഷർ ചെയ്യാം, പിന്നെ ലാസ്റ്റ് നമ്മൾ നോക്കിയെന്തായിരുന്നു എഫക്റ്റീവ് ഡയമീറ്റർ അഥവാ പിച്ച് ഡയമീറ്റർ. അത് രണ്ട് മെത്തേഡിലൊക്കെ വെച്ച് നോക്കി. അപ്പൊ രണ്ട് ഇക്വേഷൻസ് ആയിരുന്നു നമ്മൾ നോക്കിയത് ലാസ്റ്റ് ചെയ്ത സമയത്ത്, 2 വയർ മെത്തേഡും 3 വയർ മെത്തേഡും. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ആ ഇക്വേഷൻ ഓർത്ത് വെക്കുക എന്ന് പറഞ്ഞു. ബാക്കിയൊന്നും അതിൻ്റെ അകത്ത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒന്നിൽ 2 വയർ വെക്കുന്നു, ഒന്നിൽ 3 വയർ വെക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നെ 2 വയർ മെത്തേഡ് ആകുമ്പോൾ അവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് വർക്ക് പീസും കൂടി അതിൻ്റെ ഇടയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. 3 വയർ ആകുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മെഷർമെന്റ് എടുക്കാം. ത്രെഡിൻ്റെ അകത്ത് തന്നെ 3 വയറും വെച്ചിട്ട് ഡയറക്റ്റ് മെഷർമെന്റ് എടുക്കും. ഇതൊക്കെയായിരുന്നു അതിൻ്റെ അകത്തുണ്ടായ കാര്യങ്ങൾ. നമുക്ക് നമ്മളുടെ നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് പോവാം. അതാണ് ഫ്ലാങ്ക് ആംഗിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കൊരു ത്രെഡ് ആദ്യം വരച്ചു നോക്കാം. എന്നിട്ട് ഫ്ലാങ്ക് ആംഗിൾ എന്താണെന്ന് ആദ്യം പറഞ്ഞു. ഫ്ലാങ്ക് ആംഗിൾ അറിയുന്നത് തന്നെ ആയിരിക്കും. ഫ്ലാങ്ക് ആംഗിൾ ഉണ്ട്, ത്രെഡ് ആംഗിൾ ഉണ്ട്, ഒക്കെ ഇതിനകത്ത് മെഷർ ചെയ്യാം. ആൻഡ് എല്ലാം നമ്മൾ മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരൊറ്റ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ്. പ്രൊഫൈൽ പ്രൊജക്ടർ എന്ന് പറയും. പ്രൊഫൈൽ പ്രൊജക്ടർ മീൻസ് നമ്മൾ സാധാ പ്രൊജക്ടർ പോലെ തന്നെയുള്ള സെറ്റപ്പാണ്. നമ്മൾ പ്രൊജക്ടർ യൂസ് ചെയ്യുന്നത് എന്തിനാ, ഒരു ചെറിയ ഇമേജ് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ആ സെയിം സാധനം തന്നെയാണ് ഈ പ്രൊഫൈൽ പ്രൊജക്ടർ എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷനിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. ചെറിയ സാധനം വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പ്രൊജക്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് ഇറ്റ് ബി ദ ത്രെഡ്. ആൻഡ് നമുക്ക് രണ്ട് ആംഗിൾ ആണുള്ളത് ഇതിൻ്റെ അകത്ത്. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡ് ആംഗിൾ. ത്രെഡ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ആണ്. ഈ രണ്ട് ത്രെഡുകൾക്കിടയിലുള്ള അല്ലെ രണ്ട് ത്രെഡിന്റെ ഫ്ലാങ്കുകൾക്കിടയിലുള്ള ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ത്രെഡ് ആംഗിൾ എന്ന് പറയുന്നത്. അത് സിമ്പിൾ ആണ്, ഓർത്ത് വെക്കാൻ. ബട്ട് ഫ്ലാങ്ക് ആംഗിൾ എന്ന് പറയുമ്പോൾ രണ്ട് ആംഗിൾ ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. ഫ്ലാങ്ക് ആംഗിൾ എന്ന് പറയുമ്പോൾ നേരെ മറിച്ച് ഒരു ഫ്ലാങ്ക് എത്ര ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് ഉള്ളതെന്നാണ് അർത്ഥം. ഓക്കെ, നോർമൽ ലൈനിൽ നിന്ന്, അതായത് കറക്റ്റ് പെർപെൻഡിക്കുലർ ലൈനിൽ നിന്ന് ഒരു ഫ്ലാങ്ക് എത്ര ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ആംഗിളിനെയാണ് നമ്മൾ ഫ്ലാങ്ക് ആംഗിൾ എന്ന് പറയുന്നത്. ആൻഡ് ഏത് ആംഗിളും നമുക്ക്, ഫ്ലാങ്ക് ആംഗിൾ ആയാലും ത്രെഡ് ആംഗിൾ ആയാലും, നമ്മൾ ഒറ്റ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടാണ് മെഷർ ചെയ്യാറ്. ആ ഇൻസ്ട്രുമെന്റിന്റെ പേരാണ് പ്രൊഫൈൽ പ്രൊജക്ടർ എന്ന് പറയുന്നത്. പ്രൊജക്ടർ എന്ന് വെച്ചാൽ സിമ്പിൾ ആയിട്ടുള്ള സാധനം തന്നെ, നമ്മളെ ഒരു ചെറിയൊരു ഇമേജ് വലുതായിട്ട് പ്രൊജക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിനെയാണ് നമ്മൾ പ്രൊജക്ടർ എന്ന് പറയാറ് അല്ലെ. പ്രൊജക്ട് ചെയ്ത് കാണിക്കുക എന്നുള്ള അർത്ഥത്തിൽ. സോ ഈ ഒരു പ്രൊജക്ടർ എന്ന് പറയുമ്പോൾ സെയിം തന്നെയാണ്. പ്രൊഫൈൽ പ്രൊജക്ടർ എന്നാണ് ഇതിന്റെ പേരെങ്കിലും സംഭവം ഒക്കെ സെയിം തന്നെ. നമ്മളൊരു ലൈറ്റ് ബീം പാസ് ചെയ്യും നമ്മളുടെ വർക്ക് പീസിന്റെ ഉള്ളിൽ കൂടെ. ആ വർക്ക് പീസിനെ നമ്മൾ എന്നിട്ട് എന്താക്കും, വലുതായിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് അതിന്റെ മെഷർമെന്റ് എടുക്കാൻ പറ്റുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകതകൾ. ഓൾസോ ഈ വർക്ക് പീസിന്റെ അകത്ത് വരുന്ന സമയത്ത് നമുക്ക് മറ്റേ നമ്മളെ ക്യാമറേന്റെ അകത്തൊക്കെ കാണുന്ന പോലെ തന്നെ ഇങ്ങനത്തെ ഒരു പ്ലസ് ചിഹ്നമൊക്കെ ഉണ്ടാവും, ഗ്രാറ്റിക്യൂളൊക്കെ ഉണ്ടാവും. അതായത് റീഡിങ് ഉള്ളത് ഇങ്ങനെ റീഡിങ് വരുന്ന മുകളിലും താഴത്തൊക്കെ റീഡിങ് ഉള്ള ഒരു സ്കെയിലും കൂടി അതിൻ്റെ അകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ സ്കെയിലും നമുക്ക് എൻലാർജ് ചെയ്തിട്ടായിരിക്കും അവിടെ കാണിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇത് നമ്മൾ ശരിക്കും ലെൻസിന്റെ മുകളിൽ വെക്കുന്നതാണ്. നമുക്കറിയാം നമ്മളെ ലെൻസിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ സ്കെയിൽ കാണാറുണ്ട്. നമ്മളെ പണ്ടത്തെ അല്ല ഇപ്പോഴത്തെ ക്യാമറ ആയാലും നമ്മൾ ക്യാമറേന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നമുക്കൊരു സ്കെയിൽ കാണാം. അതിൻ്റെ ഉള്ളിൽ സാധാ ക്യാമറ, നമ്മളെ ഡിജിറ്റൽ ക്യാമറ DSLR ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിന്റെ ലെൻസ് കൂടെ നമ്മൾ നോക്കുന്നെങ്കിൽ അതിൻ്റെ അകത്തൊരു സ്കെയിൽ ഉണ്ടാവില്ല. ആ സെയിം സ്കെയിൽ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അത് പ്രൊജക്റ്റ് ആയിട്ടില്ല, വലുതായിട്ടാണ് കാണാൻ പറ്റുക. സെയിം സെറ്റപ്പ് തന്നെ. പിന്നെ പബ്ജി ഒക്കെ കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് അറിയായിരിക്കും, നമ്മൾ സ്കോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ സ്കോപ്പിന്റെ അകത്ത് ഇതേപോലത്തെ ഒരു സെറ്റപ്പ് വരും. ഈ സെയിം സാധനത്തിന്റെ അകത്ത് തന്നെ ഒരു 4-ന്റെയോ അല്ലെ 6-ന്റെ ഒക്കെ സ്കോപ്പ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കാണാൻ പറ്റും ഇങ്ങനത്തെ ഒരു സ്കെയിലൊക്കെ. പബ്ജി കളിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയായിരിക്കും ആ സാധനം എന്താണ്. അപ്പം ആ സാധനം സെയിം സാധനം തന്നെ ഇതിൻ്റെ അകത്തും ഉണ്ട്.
ഓക്കെ, അത് ലെൻസിന്റെ അകത്ത് തന്നെ വരുന്നതാണ്. നമ്മൾ അതിന്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ നമുക്കത് വലുതായിട്ട് എൻലാർജ് ആയിട്ട് കാണാൻ പറ്റുന്നു മാത്രം. സോ ഇതാണ് നമ്മളുടെ ഫ്ലാങ്ക് ആംഗിൾ അല്ലെ ബേസിക്കലി ത്രെഡ് ആംഗിൾ ഫ്ലാങ്ക് ആംഗിൾ തമ്മിലുള്ള ഡിഫറൻസും എന്താണ് ഫ്ലാങ്ക് ആംഗിൾ എന്നുള്ളതും ഈ പ്രൊഫൈൽ പ്രൊജക്ടിന്റെ അകത്തുള്ള പ്രത്യേകതയും ഇത്രയാണ്. നമുക്ക് ജസ്റ്റ് ഒരു കൺസ്ട്രക്ഷനിലേക്ക് നോക്കാം എങ്ങനെയാണ്, എന്നിട്ട് നമുക്കൊരു വീഡിയോയിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ള സെറ്റപ്പുകൾ നമുക്കുള്ളത് വെച്ചാൽ ഒരു ബോക്സാണ് മെയിനായിട്ട്. ആ ബോക്സിന്റെ അകത്ത് നമ്മൾ ഇത്രയും കാലം പഠിച്ച ഐറ്റംസ് തന്നെയാണ്, ഒരു ലൈറ്റ് സോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോക്സ്. അപ്പൊ നമ്മൾ മൊത്തത്തിൽ ഞാനൊരു ഒരൊറ്റ യൂണിറ്റ് ആക്കിയിട്ട് പറഞ്ഞു ലാമ്പ് ആൻഡ് കണ്ടൻസിങ് ലെൻസ്. ലാമ്പും കണ്ടൻസിങ് ലെൻസും ഒക്കെ കൂടിയുള്ള ഒരു ബോക്സ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ലൈറ്റ് സോഴ്സ് ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ ഒരു കണ്ടൻസിങ് ലെൻസും ഉണ്ടാവും. സോ കണ്ടൻസിങ് ലെൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാരലൽ ലൈനായിട്ട് നമുക്ക് ലൈറ്റ് റേസിനെ പുറത്തേക്ക് വിടുന്നതാണ് ഈ കണ്ടൻസിങ് ലെൻസിന്റെ പ്രത്യേകത. അങ്ങനെ പാരലൽ ലൈൻ ഓഫ് ബീംസ് വരുന്ന സമയത്ത് നമ്മൾ ഇതിന്റെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ നമ്മൾ വി വിൽ ബി പ്രൊവൈഡിങ് അവർ വർക്ക് പീസ്, ത്രെഡഡ് ആയിട്ടുള്ള വർക്ക് പീസ് നമ്മൾ ഇവിടെ ഇങ്ങനെ വെക്കും. നമുക്ക് എന്തിന്റെയാണോ അളക്കേണ്ടത്, നട്ട് ബോൾട്ട് അങ്ങനെ എന്തിന്റെയാണോ ത്രെഡിന്റെ ആംഗിൾ മെഷർ ചെയ്യേണ്ടത്, നമ്മൾ ആ വർക്ക് പീസ് ഇതിന്റെ ഇൻ ബിറ്റ്വീൻ സിറ്റുവേറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, so these light rays will be passing through this workpiece and transmitting towards നമ്മളെ അടുത്ത നെക്സ്റ്റ് ഒരു സെക്ഷനിലേക്ക് പോകും. അതിന്റെ പേരാണ് ടെലിസ്കോപ്പിക് സ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്കൊരു യൂണിറ്റ് ഉണ്ട്, അല്ലെ ടെലിസ്കോപ്പിക് അല്ലെ ടെലിസെൻട്രിക് എന്നൊക്കെ പറയും. ഇവിടെ നിന്നാണ് നമ്മളുടെ സ്കെയിൽ ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഈ സ്കെയില് വഴിയുള്ള എൻലാർജ് ആയിട്ടുള്ള ഇമേജ് ആണ്, അതായത് ഇവിടുന്ന് നമുക്ക് എൻലാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലൈറ്റ് റേസിനെ ഇങ്ങനെയാണ് പുറത്തേക്ക് വിടുക, എൻലാർജ് ആയിട്ടുള്ള വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. എൻലാർജ് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈറ്റ് റേസിനെ ഡൈവേർജ് ചെയ്യണം. സോ അങ്ങനെ വന്നിട്ട് നമുക്ക് ഒരു മിറർ ഉണ്ട്, നമ്മളിവിടെ ഒരു മിറർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ മിററിൽ ഇത് വന്ന് സ്ട്രൈക്ക് ചെയ്യും, സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ട് അത് റിഫ്ലക്റ്റ് ആവും. വന്ന അതേ ആംഗിളിൽ അത് തിരിച്ച് റിഫ്ലക്റ്റ് ആവും. റിഫ്ലക്റ്റ് ആയിട്ടാണ് നമുക്ക് സ്ക്രീനിൽ ഇത് കാണാൻ പറ്റുക. ഈ സ്ക്രീനിൽ നമുക്കപ്പോൾ ഈ ത്രെഡിന്റെയും ഈ വന്ന സ്കെയിലിന്റെയും, അത് ഇവിടെ കാണുന്ന ഈ സ്കെയിൽ, ഈ രണ്ടിന്റെയും ഇമേജ് നമുക്കിവിടെ കിട്ടും ആ സ്ക്രീനിൽ. പിന്നെ നമുക്ക് ഈ എന്ത് ചെയ്യാൻ പറ്റും, ഈ ത്രെഡിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യിക്കാൻ പറ്റും. ഈ സ്കെയിലിനെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മൂവ് ചെയ്യിക്കുക, റൊട്ടേറ്റ് ചെയ്യാം, മൂവ് ചെയ്യാം, എന്തും ചെയ്യാം. ഓക്കെ, ഇത്രയാണ് ബേസിക് ആയിട്ടുള്ള ഫിഗർ വരുന്നത്. സോ എന്തൊക്കെയാണുള്ളത്, നമുക്ക് സാധാരണ ഉള്ള പോലെ തന്നെ ഒരു കണ്ടൻസിങ് ലെൻസ്, പിന്നെ ലാമ്പ്, ഒരു ലൈറ്റ് സോഴ്സ് ഒക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഇൻ ബിറ്റ്വീൻ വി വിൽ ബി പ്രൊവൈഡിങ് അവർ വർക്ക് പീസ്. ദെൻ ആഫ്റ്റർ റീച്ചിങ് ദിസ് വർക്ക് പീസ് നമുക്ക് അതിന്റെ ഒരു നിഴലായിരിക്കും കിട്ടുക, അല്ലെ? ഒരു ലൈറ്റ് റേസിന്റെ മുമ്പിൽ നമ്മളൊരു വർക്ക് പീസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അങ്ങോട്ട് കിട്ടുക നിഴലായിരിക്കും. അതിന്റെ ആ നിഴല് വന്ന് ബാക്കി ലൈറ്റ് റേസ് ഒക്കെ അടിച്ച് ടെലിസ്കോപ്പിക് സ്ക്രീനിൽ കൂടെ വന്ന് മിററിൽ തട്ടി നമുക്ക് നമ്മളുടെ സ്ക്രീനിൽ അത് പ്രൊജക്ട് ചെയ്ത് എൻലാർജ് ചെയ്ത ഇമേജ് ആയിട്ട് കിട്ടും. ഇതാണ് ബേസിക്കലി നമ്മളുടെ പ്രൊഫൈൽ പ്രൊജക്ടർ എന്ന് പറഞ്ഞ സാധനം. ഇത് വെച്ചിട്ട് നമുക്ക് മെഷർമെന്റ് എന്തൊക്കെ ചെയ്യാന്ന് വെച്ചാൽ ത്രെഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തൊക്കെ പേരുകൾ ഉണ്ടോ, അതായത് മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ, പിന്നെ പിച്ച്, പിന്നെ ഈ പറഞ്ഞ ഫ്ലാങ്ക് ആംഗിൾ അല്ലെങ്കിൽ ത്രെഡ് ആംഗിൾ, ഈ സാധനങ്ങളൊക്കെ നമുക്ക് ഈ ഒരൊറ്റ ഇൻസ്ട്രുമെന്റിൽ ശരിക്കും മെഷർ ചെയ്യാതെടുക്കാൻ പറ്റും. ഈ മെഷർമെന്റ് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ടാണ് നമ്മളിത് യൂസ് ചെയ്യാത്തത്. പക്ഷെ എന്നാലും നമുക്ക് ഈ ഒരൊറ്റ മെഷർമെന്റ്, ഈ ഒരൊറ്റ ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ, അഥവാ പ്രൊഫൈൽ പ്രൊജക്ടർ എന്ന് പറഞ്ഞ ഈ ഒരൊറ്റ ബേസിക് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ട് നമുക്ക് എല്ലാ മെഷർമെന്റും ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റും. സോ എങ്ങനെയാണ് ഇത് നടക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രോസസ്സുകൾ എന്നൊക്കെ ഉള്ളത് നമുക്കൊരു വീഡിയോ വഴി കണ്ടുനോക്കാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സമയത്ത് പറയുന്ന വീഡിയോ കാണുന്ന സമയത്ത് നമ്മൾ ആദ്യം മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ ഒക്കെ മെഷർ ചെയ്യും. കാണിച്ചു തരാം. ഇതാണ് നമുക്ക് കിട്ടുന്ന ഇമേജ്.
ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു വലിയ ഇമേജ് കാണാം ത്രെഡിന്റെ. കാണാൻ പറ്റുണ്ടാവും വിചാരിക്കുന്നു. കുറച്ച് ഒന്ന് സൂം ചെയ്തിട്ട് കറക്റ്റ് നമ്മളുടെ ഇമേജിലേക്ക് ഫോക്കസ് ആക്കി വെച്ചാൽ മതി. കുറച്ച് നിങ്ങളുടെ സ്ക്രീൻ ഒന്ന് സൂം ചെയ്യുക, കാരണം ഞാൻ വേറെ അങ്ങോട്ടേക്കും പോകില്ല, ഇതിൽ മാത്രമായിരിക്കും ഞാൻ അങ്ങോട്ടേക്ക് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഇമേജ് ജസ്റ്റ് ഒന്ന് സൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന ഈ ഒരു സർക്കുലർ ഷേപ്പ് മാത്രം ഒന്ന് നിങ്ങളുടെ സ്ക്രീനിലേക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാം 2 ക്രോസ് വയേഴ്സ് ഉണ്ട്. അതായത് ക്രോസ് വയേഴ്സ് എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ റീഡിങ്സ് അളക്കുന്ന സാധനം. ഒരു പ്ലസ് പോലത്തെ സിമ്പലിൽ നിങ്ങൾക്ക് ഹൊറിസോണ്ടൽ ലൈനും ആൻഡ് എ വെർട്ടിക്കൽ ലൈൻ, ബോത്ത് ലൈൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ കാണുന്ന ലൈറ്റ് ഒരു ഇന്റൻസീവ് ലൈറ്റ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത ആ ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. പിന്നെ നിങ്ങൾക്ക് ത്രെഡ് കാണാം. ത്രെഡ് എൻലാർജ് ആയിട്ടാണ് കാണുന്നത്. വലിയൊരു ത്രെഡ് ഇവിടെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്തിട്ട് കാണാൻ പറ്റും. ഓക്കെ, നമ്മൾ ചെറിയ ത്രെഡിനെ തന്നെയാണ് അതിനെ നമ്മൾ എൻലാർജ് ആയിട്ടുള്ള വ്യൂവിൽ നമ്മൾ സ്ക്രീനിൽ കിട്ടിയതാണ് ഈ ഒരു ഇമേജ് എന്ന് പറയുന്നത്. ആൻഡ് ഇതിനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ മെഷർ ചെയ്യാം, നമുക്കത് നോക്കാം. അപ്പൊ നിങ്ങളെ സ്ക്രീൻ ഒന്ന് വലുതാക്കിട്ട് തന്നെ വെക്കുക. ഹൊറിസോണ്ടൽ ക്രോസ് വയർ ഉണ്ട്, വെർട്ടിക്കൽ ക്രോസ് വയർ ഉണ്ട്. ഹൊറിസോണ്ടൽ ക്രോസ് വയർ ഞാൻ ഇപ്പം വെച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ഈ എല്ലാ ത്രെഡിന്റെയും ഏറ്റവും ടോപ്പ് മോസ്റ്റ് അഥവാ ക്രസ്റ്റ് എന്ന് പറഞ്ഞ പോയിന്റിലാണ് ഞാനിപ്പം എൻ്റെ ഹൊറിസോണ്ടൽ ക്രോസ് വയറിനെ വെച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ എനിക്ക് അവിടെ ഒരു റീഡിങ് ഉണ്ടാവും എന്തായാലും. ഞാനിപ്പോ എത്രയാണോ റൊട്ടേറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുള്ളത് ആ റീഡിങ് എനിക്ക് അവിടെ നോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ എത്രയാണോ അവിടെയുള്ള ഡിസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ, ലെറ്റ് ഇറ്റ് ബി ഒരു 2 മില്ലിമീറ്റർ ആണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഞാൻ അവിടെ താത്തി, അങ്ങനെ 2 മില്ലിമീറ്റർ താത്തിയത്ത് എനിക്ക് അതിന്റെ മുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെന്ന് വിചാരിക്കാം. ഓക്കെ, എനിക്ക് അങ്ങനെ ഒരു ത്രെഡിൽ നിന്ന് വേറെ ത്രെഡിലേക്ക് ഇതിനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, ഈ സാറിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂ ഉണ്ട്. ഈ സ്ക്രൂ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് ഇറ്റ് വിൽ ബി മൂവിങ് ടുവേർഡ്സ് ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം, വിച്ച് ഓൾ മൂവ്മെന്റ് വി റിക്വയർഡ്. നമുക്ക് ആ റിക്വയർഡ് മൂവ്മെന്റിലേക്ക് നമുക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, ഇപ്പം ഈ ഒരു റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് പോകുന്നത് അങ്ങോട്ടേക്കാണ്. ലെഫ്റ്റ് ആൻഡ് റൈറ്റ് മൂവ്മെന്റ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടുന്നത്. അതാണ് ഇപ്പൊ ഈ ഇമേജിന്റെ അകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഒന്നുകൂടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു പെർട്ടിക്കുലർ ക്രസ്റ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടുവേർഡ്സ് നെക്സ്റ്റ് പെർട്ടിക്കുലർ ക്രസ്റ്റ്, അഡ്ജസന്റ് ആയിട്ടുള്ള നെക്സ്റ്റ് പെർട്ടിക്കുലർ ക്രസ്റ്റിലേക്ക് പോകും. സോ whenever we are reading this distance between 2 crust, we will be getting the pitch of the screw thread. Okay, horizontal cross wire, vertical cross wire, both will be joining at a single point and that is called നമ്മൾ origin എന്ന് പറയുന്നത്. So whenever we adjust this origin towards any of the point, we can get the measurements. Next, നേരെ താഴത്തേക്ക് വന്നു നിങ്ങൾക്ക് കാണാം bottom portion of the thread is visible now. Now we arrived in the root of the thread. So joining all this root of the thread, we will be getting minor diameter, and whenever we join the crest of these threads, we will be getting major diameter. സോ എത്രത്തോളം ഡിസ്റ്റൻസ് അത് മൂവ് ചെയ്തു, നമ്മളെ ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് നമുക്ക് അവിടെ റീഡിങ്ങിലായിട്ട് കിട്ടും. നമ്മൾ എത്രത്തോളം ഈ സ്ക്രൂ, നമ്മളുടെ മെഷർമെന്റ് സ്ക്രൂ നമ്മൾ എത്രത്തോളം താഴത്തേക്ക് മുകളിലേക്ക് ആക്കി, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ റീഡിങ് കിട്ടും. അപ്പം ഇത്രയും സമയം ആക്ച്വലി നമ്മൾ ശരിക്കും മൂവ് ചെയ്തെന്ന് വെച്ചാൽ നമ്മളുടെ സ്ക്രൂ ത്രെഡിനെയാണ് ഇത്രയും സമയമായിട്ട് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് നിങ്ങൾക്ക് സ്ക്രൂ ത്രെഡിന്റെ ആ ഒരു എൻലാർജ്മെന്റ് കാണണമെങ്കിൽ
നിങ്ങൾക്ക് താഴത്തെ ഭാഗത്തേക്ക് ഒന്ന് നോക്കി. ഞാനിപ്പോ എന്റെ മൗസ് വെച്ച ഈ ഒരു റേഞ്ചിൽ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ലൈറ്റ് സോഴ്സ് വരുന്നുണ്ട്. ഏറ്റവും ബോട്ടം പോർഷനിൽ ലൈറ്റ് സോഴ്സ് ഈസ് ജനറേറ്റിംഗ്. അത് വന്നിട്ട് അടിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു സ്ക്രൂ ത്രെഡ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഒരു ഷൈനിങ് സ്ക്രൂ ത്രെഡ് അല്ലെ ത്രെഡ് കട്ടിങ് പാറ്റേൺ അല്ലെ വർക്ക് പീസ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ബോട്ടമിൽ നോക്കിയാൽ ഏറ്റവും ബോട്ടം പോർഷനിൽ ഒരു ലൈറ്റിന്റെ കാണാം. ഒരു ചെറിയൊരു സ്ക്വയർ ഷേപ്പിൽ ഒരു ലൈറ്റ് വരുന്ന കാണാം. ആ ലൈറ്റ് വന്ന് നേരെ ഫോക്കസ് ചെയ്യുന്നത് നമ്മളുടെ ഈ സ്ക്രൂ ത്രെഡിലേക്കാണ്. ഓക്കെ, ചെറിയൊരു സ്ക്രൂ ത്രെഡ് കാണാം, ഒരു വർക്ക് പീസ്. നമുക്ക് മെഷർ ചെയ്യേണ്ട സ്ക്രൂ ത്രെഡിന്റെ വർക്ക് പീസ് അവിടെ കാണാം. അതുവഴി വരുന്ന ഇമേജ് ആണ് നമുക്ക് ഇത്രയും, അതായത് ഇത് എത്ര ടൈംസ് ഉണ്ടാവും മിക്കവാറും ഓൾമോസ്റ്റ് ഒരു 100 ടൈംസ് എൻലാർജ് മാഗ്നിഫിക്കേഷനിലാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അല്ല, ഇതിന്റെ ഇരട്ടിയൊന്നല്ല, 2 ഇരട്ടിയല്ല, 3 ഇരട്ടിയല്ല, 4 ഇരട്ടിയല്ല, ഏകദേശം 100 ടൈംസ് നമുക്ക് പറയാം. ഇവിടെയുള്ള ഈ ത്രെഡിന്റെ 100 ടൈംസ് എൻലാർജ്മെന്റിലാണ് നമുക്ക് ഇവിടെ സ്ക്രീനിൽ നമുക്ക് ആ ത്രെഡ് വിസിബിൾ ആയിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ വയർ എന്ന് വെച്ചാൽ ക്രോസ് വയർ എന്ന് വെച്ചാൽ ഈ നമ്മളുടെ ലെൻസിന്റെ മുകളിൽ ഇവിടെ നമുക്ക് സ്ക്രീനിന്റെ മുകളിലോ അല്ലെങ്കിൽ ലെൻസിന്റെ മുകളിലോ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള സാധനമായിരിക്കും. അതിനെ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റിലേക്കോ റൈറ്റിലേക്കോ റൊട്ടേറ്റ് ചെയ്യാം. ദാറ്റ് പ്രോസസ് ഈസ് ഗോയിങ് ഓൺ ഹിയർ. നമുക്ക് നമ്മളുടെ ഫ്ലാങ്കിനെ ബേസ് ചെയ്തിട്ടുള്ള ആംഗിളിൽ അതിനെ റൊട്ടേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് റൊട്ടേറ്റഡ് റീഡിംഗ് ഈസ് ഷോൺ ഇൻ റൈറ്റ് സൈഡ്. നമുക്ക് കാണാം ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു ഡിസ്പ്ലേ യൂണിറ്റ് ഈസ് പ്രൊവൈഡഡ്. ഈ ഡിസ്പ്ലേ യൂണിറ്റിലാണ് നമ്മൾ എത്രത്തോളം മൂവ്മെന്റ് ചെയ്യുന്നുണ്ട്, എത്രത്തോളം റൊട്ടേഷൻ ചെയ്യുന്നുണ്ട്, അതൊക്കെ മുകളിലും താഴത്തുമായിട്ട്. ലീനിയർ മെഷർമെന്റ് വിൽ ബി ഷോൺ ഇൻ ദ ടോപ്പ് മോസ്റ്റ് പോയിന്റ് ആൻഡ് ആംഗുലർ മെഷർമെന്റ് വിൽ ബി ഷോൺ ഇൻ ദ ബോട്ടം പോയിന്റ്. ഒരു 2 ലെയർ ആയിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഡിസ്പ്ലേയിൽ കാണാൻ പറ്റുന്നത്. ടോപ്പ് മോസ്റ്റ് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീനിയർ മെഷർമെന്റ്, നമ്മൾ എത്രത്തോളം അപ്പ്, ബോട്ടം, ലെഫ്റ്റ്, റൈറ്റ് മൂവ്മെന്റ്, ആ മെഷർമെന്റ് ആണ് ടോപ്പിൽ കാണുന്നത്. ബോട്ടത്തിൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റൊട്ടേഷൻ ആണ്. ലെഫ്റ്റ് സൈഡ് ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ഓർ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേഷനിൽ എത്രത്തോളം ആംഗിൾ ഈസ് പ്രൊവൈഡഡ്, ഹൗ മച്ച് ഓഫ് ആംഗിൾ ഈസ് പ്രൊവൈഡഡ്, അതാണ് നമുക്ക് താഴത്ത് കാണിക്കുന്നത്. സോ ഈ ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒറിജിനെ നമ്മളെ റൂട്ടിലേക്ക് സെറ്റ് ചെയ്ത് വെച്ചു. ഒറിജിൻ ഈസ് നൗ സിറ്റുവേറ്റഡ് ഇൻ ദ റൂട്ട് ഓഫ് ദ ത്രെഡ് ആൻഡ് നമ്മളുടെ നേരത്തെ വേർട്ടിക്കൽ ക്രോസ് വയർ ഈസ് tilted at an angle same to the angle at which the flank is manufactured made. ആ ഫ്ലാങ്ക് ഉണ്ടാക്കിയ അതേ ആംഗിളിൽ നമ്മൾ വേർട്ടിക്കൽ ക്രോസ് വയറിനെ ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്തിട്ട് അതുമായിട്ട് കോയിൻസൈഡ് ചെയ്ത് വെച്ചിട്ടാണ്. ഇപ്പം വി വിൽ ബി ഗെറ്റിംഗ് എ റീഡിങ് എത്രത്തോളം ഡിഗ്രി അത്, അതായത് നോർമൽ പൊസിഷനിൽ ഇതിന്റെ ഈ മെഷീൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെ കറക്റ്റ് 0 പൊസിഷനിൽ എത്രത്തോളം ആന്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റഡ് ആയിട്ടുണ്ട്, ആ റീഡിങ് നമുക്ക് അവിടെ കിട്ടും. ആൻഡ് ദാറ്റ് ആംഗിൾ ഇപ്പൊ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല, ഒരു 57 പോയിന്റ് സംതിങ് ആണ് ഈ ബോട്ടം മോസ്റ്റ് പോയിന്റിൽ അവിടെ ആംഗിൾ എഴുതി കാണിച്ചിട്ടുള്ളത്. ബോട്ടം പോയിന്റിൽ ഒന്ന് സൂം ചെയ്താൽ കാണും 57 പോയിന്റ് സംതിങ് ഈസ് റീഡിങ്. സോ ഇറ്റ് മീൻസ് നമ്മളെ കറക്റ്റ് ഒറിജിൻ പോയിന്റ് നമ്മളിപ്പോ റൊട്ടേറ്റ് ചെയ്ത ആംഗിൾ ആണ് 57 ഡിഗ്രി എന്ന് പറയുന്നത്. So 58.52 something. $59.06. How much angle it is rotated that we can see in the display unit.
അത് നമുക്ക് വേണമെങ്കിൽ 0 ആക്കിയിട്ടും സെറ്റ് ചെയ്യാം. ഇപ്പൊ അവിടെ ഉണ്ടാക്കിയ ആംഗിൾ ഞാൻ അവിടെ 0 ആക്കിയിട്ട് സെറ്റ് ചെയ്തു. Then I am tilting it or rotating it to clockwise and moving towards the right side of the thread. അവിടെയും നമുക്കൊരു ഫ്ലാഗ് ഉണ്ട്. ഞാൻ അത്രയും ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്തു. ആൻഡ് ഞാൻ അവിടെ ആംഗിൾ നോക്കി. സോ ഐ ആം ഗെറ്റിംഗ് 30 പോയിന്റ് സംതിങ് അല്ലേ. സോ നമുക്ക് അതിന്റെ ഇൻ ബിറ്റ്വീൻ ആംഗിൾ നമുക്ക് എത്രയാന്ന് ഇപ്പൊ മനസ്സിലായി. രണ്ട് ഫ്ലാങ്കുകൾ തമ്മിൽ മൊത്തത്തിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി സംതിങ് ആണ് അവിടെ വന്നിട്ടുള്ള ആംഗിൾ എന്ന് പറയുന്നത്. ആൻഡ് ഇതിന്റെ നേരെ ഹാഫ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇപ്പൊ രണ്ട് ഫ്ലാങ്കുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരുന്നു നമ്മൾ നോക്കിയത്. നേരെ ഹാഫ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്ലാങ്ക് ആംഗിൾ കിട്ടും. അതർവൈസ് വി വിൽ ബി ഗെറ്റിംഗ്, നമ്മൾ രണ്ട് ഫ്ലാങ്കുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് മെഷർ ചെയ്തെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് എന്തത് നമ്മളുടെ ത്രെഡ് ആംഗിൾ. ഇപ്പൊ ഇത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഈ ഒരു സാറിന്റെ പേരാണ് ആനന്ദ് കെ ബേവൂർ എന്ന് പറയുന്നത്. മൂപ്പരാണ് ഈ മെട്രോളജി ആൻഡ് ഇൻസ്ട്രുമെന്റേഷന്റെ ടെക്സ്റ്റ് ഒക്കെ എഴുതിയ ആൾ. ഓക്കെ, ആ ഒരു സാറാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇത് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. ഈ സാറാണ് മെട്രോളജി ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നിങ്ങൾക്ക് എഴുതിയിട്ടുള്ളത്. നമ്മളിപ്പോ മെഷർ ചെയ്യുന്ന വെച്ചാല് മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും മെഷർ ചെയ്യാനുള്ള സെറ്റപ്പിലേക്കാണ് നോക്കുന്നത്. നമുക്ക് ഏതായാലും എങ്ങനെയാണ് മേജർ ഡയമീറ്റർ മെഷർ ചെയ്തത്, എങ്ങനെയാണ് മൈനർ ഡയമീറ്റർ മെഷർ ചെയ്തത് നോക്കാം. ഞാൻ ഇവിടത്തേക്ക് വരികയാണ്, നമ്മളുടെ ഇമേജ് എടുക്കുകയാണ്. ഓക്കെ, തൽക്കാലം ഞാൻ ഇതൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. ഞാനിപ്പോ മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും എങ്ങനെയാണ് എനിക്കത് മെഷീൻ വെച്ചിട്ട് റീഡ് ചെയ്തതെന്ന് കാണിച്ചു തരാം. സോ ലെറ്റ് ഇറ്റ് ബി ദ ഹൊറിസോണ്ടൽ ക്രോസ് വയർ. ഇതാണ് നമ്മളുടെ ഹൊറിസോണ്ടൽ ക്രോസ് വയർ എന്ന് കൺസിഡർ ചെയ്യാം. പിന്നെ നമുക്കുള്ളത് വെർട്ടിക്കലും ഉണ്ട്. വെർട്ടിക്കൽ ക്രോസ് വയർ ഉണ്ട്, ഹൊറിസോണ്ടൽ ക്രോസ് വയർ ഉണ്ട്. ഐ ആം കൺസിഡറിങ് ഓൺലി ഹൊറിസോണ്ടൽ ക്രോസ് വയർ. സോ ഹൊറിസോണ്ടൽ ക്രോസ് വയർ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിനെ ഹൊറിസോണ്ടൽ ക്രോസ് വയറിനെ എടുത്ത് മൂവ് ചെയ്ത് എല്ലാ ക്രസ്റ്റും ജോയിൻ ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പോയിന്റിലേക്ക് എത്തിച്ചുകൊണ്ടു. അപ്പൊ നമുക്ക് അവിടെ ഒരു ലീനിയർ മെഷർമെന്റ് ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി ഒരു 2 മില്ലിമീറ്റർ ആണെന്ന് വിചാരിക്കും, കൺസിഡർ ചെയ്താണ്. നെക്സ്റ്റ് ഞാൻ ഈ വർക്ക് പീസിനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്നത്. വർക്ക് പീസിനെ ഞാൻ മുകളിലേക്ക് ആക്കുക ചെയ്യുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലാവും അവർ ക്രോസ് വയർ വിൽ ബി ട്രാൻസ്ഫേർഡ് ഫ്രം ടോപ്പ് ടു ബോട്ടം. ഓക്കെ, അങ്ങനെ ഞാൻ ഇതിനെ ഏറ്റവും താഴത്തെ ബോട്ടം മോസ്റ്റ് പോയിന്റിലേക്ക് എത്തിച്ചു. ബോട്ടം മോസ്റ്റ് ക്രസ്റ്റുകൾ ജോയിൻ ചെയ്ത സ്ഥലത്തേക്ക് എത്തിച്ചു. ലെറ്റ് ഇറ്റ് ബി റീഡിംഗ് നമ്പർ 1 R1. ഇപ്പൊ ഞാൻ എത്തിച്ചിട്ടുള്ളത് ബോട്ടം മോസ്റ്റ് പോയിന്റിലാണ്. ലെറ്റ് ഇറ്റ് ബി 6 മില്ലിമീറ്റർ ആൻഡ് നമുക്ക് അത് R2 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോ വാട്ട് വിൽ ബി ദ മേജർ ഡയമീറ്റർ? മേജർ ഡയമീറ്റർ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ വെച്ച റീഡിങ്ങും ഈ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കുമല്ലോ. സോ
major diameter will be equal to R2 minus R1, which will be equal to 6 minus 2, which is equal to 4 millimeter ആണ് നമുക്ക് ഇവിടെ കിട്ടിയ മേജർ ഡയമീറ്റർ എന്ന് പറയാൻ പറ്റും. നെക്സ്റ്റ് സെയിം മെത്തേഡ് തന്നെ, by using same method we can find out minor diameter also. മൈനർ ഡയമീറ്റർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രോസ് വയറിനെ ഞാൻ ഇവിടെയും വെക്കുന്നു, ഏറ്റവും മുകളിലുള്ള എല്ലാ റൂട്ടുകളും ജോയിൻ ചെയ്യുന്ന പൊസിഷനിൽ കൊണ്ടുവെക്കുന്നു. അവിടെ ഐ വിൽ ബി ഗെറ്റിംഗ് എ റീഡിങ്, ലെറ്റ് ഇറ്റ് ബി R3. അത് നമുക്ക് കൺസിഡർ ചെയ്യാം ഒരു 3 millimeter ആണെന്ന് വിചാരിച്ചോ, 3 millimeter. ആൻഡ് ഞാൻ വർക്ക് പീസിനെ മൂവ് ചെയ്ത് കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഞാൻ ഗ്രാജുവലി ഈ ഒരു ക്രോസ് വയർ, ഹൊറിസോണ്ടൽ വയർ നമുക്ക് റൂട്ട് തമ്മിൽ ജോയിൻ ചെയ്യുന്ന പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ആൻഡ് ദിസ് റൂട്ട് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ പെർട്ടിക്കുലർ പോയിന്റ് ലെറ്റ് ഇറ്റ് ബി ഒരു R4. അത് നമുക്ക് കൺസിഡർ ചെയ്യാം, ലെറ്റ് ഇറ്റ് ബി ഒരു 5 millimeter. അങ്ങനെയാണെങ്കിൽ മൈനർ ഡയമീറ്റർ will be equal to R4 minus R3, which is equal to 5 minus 3, and we will be getting 2 millimeter is the minor diameter. Okay, ഇങ്ങനെയാണ് നമ്മൾ ഇതിനെ മെഷർ ചെയ്യുന്നത്, മൂവ്മെന്റ് മെഷർ ചെയ്യുന്നത്. മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും നമുക്ക് ഈ ഒരു സെയിം മെഷീൻ വെച്ചിട്ട് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നേരത്തെ കണ്ടുപിടിച്ച അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു സ്റ്റാൻഡേർഡ് സിലിണ്ടറിനും ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ഇവിടുന്ന് പ്രൊഫൈൽ പ്രൊജക്ടർ വെച്ചിട്ട് കണ്ടുപിടിക്കാം. അതർവൈസ് നമുക്ക് ഇതിന്റെ ആംഗിൾ ആണ് ഇനി മെഷർ ചെയ്യേണ്ടെങ്കിൽ, ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ ഈ ക്രോസ് വയറിനെയാണ് ആംഗിൾ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ക്രോസ് വയർ ഫസ്റ്റ് എടുക്കും. ക്രോസ് വയർ വിൽ ബി ജോയിനിങ് അറ്റ് ദ റൂട്ട് ഓഫ് ദ ത്രെഡ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്രോസ് വയറിന് നമ്മളുടെ ഞാൻ ഈ റെഡ് കളറിൽ മാർക്ക് ചെയ്ത പോലെ റൂട്ടിൽ കൊണ്ടുപോയി ഫിക്സ് ചെയ്ത് വെക്കും. ആഫ്റ്റർ ദാറ്റ് ഐ വിൽ ബി റൊട്ടേറ്റിംഗ് മൈ vertical crosswire and horizontal crosswire towards anti-clockwise and aligning it to the flank. So flankലേക്ക് വന്ന് അലൈൻ ചെയ്യുന്ന സമയത്ത് whenever I put this crosswire aligned to the flank by rotating anti-clockwise, I will be getting a reading. Okay, ഈ ഒരു particular point ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ I will be getting some reading, let it be എന്തോ ഒരു റീഡിങ് ഉണ്ടായിരുന്നു, ഞാൻ അതിനെ പക്ഷെങ്കിൽ 0 ആക്കിയിട്ട് സെറ്റ് ചെയ്യാം. ഐ ആം സെറ്റിംഗ് ഇറ്റ് അവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ 0 ആക്കി അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഐ വിൽ ബി റൊട്ടേറ്റിംഗ് ദിസ് ക്രോസ് വയർ ടു ക്ലോക്ക് ഡയറക്ഷൻ. ക്ലോക്ക് ഡയറക്ഷനിലേക്ക് ഞാൻ സെറ്റ് ചെയ്തു, റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് ദിസ് ക്രോസ് വയർ ടു റൈറ്റ് സൈഡ് ഓഫ് മൈ ഇമേജ്. സോ നമുക്ക് ഇവിടെ നമ്മൾ ഓൾറെഡി 0 സെറ്റ് ചെയ്തത് കൊണ്ട് തന്നെ ഇനി അങ്ങോട്ടേക്ക് എടുക്കുന്ന റീഡിങ് മൊത്തം 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഫ്രം 0 to 1 2 3 4 എക്സെട്ര. അങ്ങനെ നമുക്ക് ഈ തമ്മിലുള്ള ആംഗിൾ, ഇൻ ബിറ്റ്വീനുള്ള ആംഗിൾ ലെറ്റ് ഇറ്റ് ബി 30 ഡിഗ്രി. ഇവിടെ നമുക്ക് കിട്ടിയ ഡിഗ്രി എന്ന് വെച്ചാൽ 30 ഡിഗ്രി ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഫ്ലാങ്ക് ആംഗിൾ വിൽ ബി ഈക്വൽ ടു 30 divided by 2 or otherwise 15 degree. ഇങ്ങനെ ഡയറക്റ്റ് റീഡിങ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഈ 0 സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ നമ്മളിവിടെ, ഇതേ സാധനം നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ മേജർ ഡയമീറ്ററും മൈനർ ഡയമീറ്ററും മെഷർ ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ സെയിം 0 ഇവിടെയും സെറ്റ് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ട കാര്യം എന്താ, ഫസ്റ്റ് ടോപ്പ് മോസ്റ്റ് പോയിന്റിൽ കൊണ്ടുവരും, അവിടെ 0 ആക്കി വെക്കുക. സോ 0 millimeter എന്നുള്ള രീതിയിലാവും, 2 millimeter പകരം R1 എന്ന് പറഞ്ഞ റീഡിങ്. നെക്സ്റ്റ് ഞാൻ താഴത്തേക്ക് വരികയാണ്, ബോട്ടം മോസ്റ്റ് പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഐ വിൽ ബി ഗെറ്റിംഗ് അപ്പ് എന്ത്, ഇവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ 4 millimeter എന്നായിരിക്കും കാണിക്കുക, R2 എന്ന് പറഞ്ഞ റീഡിങ്. സോ മേജർ ഡയമീറ്റർ എനിക്ക് ഡയറക്ട്ലി പറയാം, മേജർ ഡയമീറ്റർ വിൽ ബി ഈക്വൽ ടു 4 millimeter. ആൻഡ് സെയിം മെത്തേഡ് ക്യാൻ ബി ഫോളോഡ് ഫോർ മെഷറിംഗ് മൈനർ ഡയമീറ്റർ. ഞാൻ ഫസ്റ്റ് തന്നെ ഇവിടെ കൊണ്ടുപോയി വെക്കുന്നു. ഇവിടെ ബേസിക്കലി എനിക്ക് 3 millimeter കിട്ടിയതായിരിക്കും. I can adjust this screw to 0 millimeter.
നമ്മളെ വണ്ടീൻ്റെ അകത്തൊക്കെ കിലോമീറ്റർ സീറോ ആക്കി വെക്കുന്ന ആ സെയിം സെറ്റപ്പ് തന്നെ. ചിലപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, വണ്ടി ഓടിക്കുന്നതിനെ കാട്ടുമ്പോൾ ചിലപ്പോൾ സീറോ ആക്കും ട്രിപ്പ്. ആ സെയിം മെത്തേഡ് തന്നെ ഇവിടെ ചിലപ്പോൾ എത്രയെങ്കിലും റീഡിങ് ആയിരിക്കും ഇവിടെ ഉണ്ടാകുക. നമുക്ക് അത് വേണമെങ്കിൽ നമുക്ക് സീറോ ആക്കി സെറ്റ് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ ഗ്രാജുവലി ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഫ്രം 1 പോയിന്റ് ടു അതർ പോയിന്റ് എത്തുന്ന സമയത്ത് നമുക്ക് കിട്ടുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും. സോ നമുക്ക് ഡയറക്ട്ലി 2 മില്ലിമീറ്റർ എന്നുള്ള വാല്യൂ അവിടെ കിട്ടും. ഓക്കെ, ഇത്രയാണ് മെഷർമെന്റ് ഓഫ് മേജർ ഡയമീറ്റർ, മൈനർ ഡയമീറ്റർ. പിന്നെ നമ്മൾ പിച്ച് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സെറ്റപ്പ് എന്തായിരുന്നു? പിച്ച് മെഷർ ചെയ്യുന്നത് നമ്മൾ ആക്ച്വലി ഈ 2 ത്രെഡ് ഒരുമിച്ച് മൂവ് ചെയ്തിട്ടാണ് പിച്ച് മെഷർ ചെയ്യുന്നത്. കാണിച്ചു തരാം. നമ്മൾ ക്രോസ് വയറിനെ പിടിച്ച് ക്രോസ് വയറിനെ ആദ്യം ഒരു ക്രസ്റ്റിൽ കൊണ്ടുവന്ന് നോക്കും. ഓക്കെ, സോ ദിസ് ക്രസ്റ്റ് we will be getting this cross wire into a particular crust. ഇപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ ക്രസ്റ്റിൽ ഞാൻ കൊണ്ടുവന്ന് വെച്ചു. ലെറ്റ് ഇറ്റ് ബി 0 റീഡിംഗ് ആണെന്ന് വിചാരിച്ചു. 0.00 ആണ് റീഡിംഗ് എന്ന് വിചാരിക്കും. നെക്സ്റ്റ് ഐ വിൽ ബി മൂവിങ് മൈ ക്രോസ് വയർ ടുവേർഡ്സ് നെക്സ്റ്റ് ക്രസ്റ്റ്. ഇപ്പൊ ഇത് ബോത്ത് രണ്ടും മൂവ് ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ബി ഗെറ്റിംഗ് അനദർ പോയിന്റ്. സോ ഇവിടെ കിട്ടിയ റീഡിങ് 2 mm ആണെന്ന് വിചാരിക്കും. സോ ഫ്രം ഹിയർ ടു ഹിയർ ദ ഡിസ്റ്റൻസ് വിൽ ബി 2 millimeter ആൻഡ് ഐ വിൽ ബി ഗെറ്റിംഗ്, ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയാറ്, പിച്ച് എന്നും പറയാറ്. സോ ഇത് വെച്ചിട്ടാണ് നമുക്ക് വേണമെങ്കിൽ പിച്ചും കാൽക്കുലേറ്റ് ചെയ്യാം. സോ മേജർ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം, മൈനർ ഡയമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാം, പിച്ച് കാൽക്കുലേറ്റ് ചെയ്യാം, ഫ്ലാങ്ക് ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യാം, ത്രെഡ് ആംഗിളും കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് 4 ടൈപ്പ് ഓഫ് മെഷർമെന്റ് ഈ ഒരൊറ്റ ഇൻസ്ട്രുമെന്റിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ് പ്രത്യേകത എന്ന് പറയുന്നത്. നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ടുള്ള യൂസ് ആണ് ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സിനെ കൊണ്ട് മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ? ഇന്നത്തെ ക്ലാസ്സോട് കൂടി നമ്മളുടെ ഈ ഒരു ത്രെഡ് മെഷർമെന്റ് പരിപാടികളൊക്കെ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ് വിൽ ബി ഹെഡിങ് ടുവേർഡ് സർഫസ് ടെക്സ്ചർ എന്ന് പറഞ്ഞ ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോവുക. ഈ 3rd മോഡ്യൂളിൽ തന്നെയുള്ള നെക്സ്റ്റ് ടോപ്പിക് ആണ് സർഫസ് ടെക്സ്ചർ എന്ന് പറയുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ് തൊട്ടായിരിക്കും നോക്കി തുടങ്ങുക. സർഫസ് ടെക്സ്ചർ അല്ലെങ്കിൽ സർഫസ് റഫ്നെസ് എന്നൊക്കെ പറയും. അത് ഏതാണ്ട് ഇതേപോലെ തന്നെയാണ് ഉണ്ടാവുക പാറ്റേൺ. കാരണം നമുക്കറിയാം സർഫസ് റഫ് ആയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഇങ്ങനത്തെ ഒരു ക്രസ്റ്റ് ആൻഡ് പീക്ക് വാലി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിരിക്കും അല്ലെ. നമ്മൾ മൈക്രോസ്കോപ്പ് കൂടെ ഒരു സർഫസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ സർഫസിന്റെ ഷേപ്പ് ചിലപ്പം കാണുക ഇങ്ങനെയായിരിക്കും. സോ ഇറ്റ് വിൽ ബി ഹാവിങ് സം പീക്ക്, ടോപ്പ് മോസ്റ്റ് പോയിന്റ് ഉണ്ടാവും, പീക്ക്. ഇതൊക്കെ പീക്കാണ്, നമ്മൾ സ്ക്രൂ ത്രെഡ് പറഞ്ഞ പോലെ തന്നെ. ആൻഡ് വിൽ ബി ഹാവിങ് സം വാലീസ്. വാലി എന്ന് വെച്ചാൽ ഏറ്റവും ബോട്ടം മോസ്റ്റ് പോയിന്റ്. ഓക്കെ, അപ്പം ഇതാണ് നമുക്കിനി നെക്സ്റ്റ് ക്ലാസ് തൊട്ട് നോക്കാനുള്ളത്. ഈ ഒരു പീക്ക് ആൻഡ് വാലീസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ സർഫസിന്റെ അകത്ത് ഇങ്ങനെ ഗ്രെയിൻസ് വന്ന പോലെയൊക്കെ തോന്നുന്നത്. ചില സർഫസ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നല്ല ഫിനിഷ്ഡ് ആയിട്ടുള്ള സർഫസ് അല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ കുറെ ലൈൻസ് അവിടെ ഫോം ചെയ്ത പോലെ തോന്നും. അതിനെയാണ് നമ്മൾ സർഫസ് ടെക്സ്ചർ എന്നൊക്കെ പറയുന്നത്. ആ സർഫസിന്റെ ടെക്സ്ചർ എങ്ങനെയുണ്ട് നോക്കാം. സോ ഇത്രയാണ് നമുക്കത് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലായിരിക്കും നോക്കുക. സർഫസ് ടെക്സ്ചർ, അതിന്റെ റിലേറ്റഡ് ടോപ്പിക്സ്, അതിന്റെ മെഷർമെന്റ് എങ്ങനെ എടുക്കാന്നുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഏതായാലും ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. അറ്റൻഡൻസ് എടുത്തിട്ട് പോവാം.